Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യായാമത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का अति पवित्र नाम इस संध्या का समय में ऊंचा हम करते हैं. വിശേഷിച്ച് സദസ്സിലായിരിക്കുന്ന ദൈവഭക്തന്മാർ, എൻ്റെ മുൻപിലായിരിക്കുന്ന സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും ആദരവും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. विशेष रूप से मेरे सामने बैठने वाला परमेश्वर का भक्तजन और बच्चे लोग और माता पिता सबको जल्दी से आने वाला परमेश्वर यीशु मसीह के नाम में मैं अभिवादन करता हूँ. അല്പനിമിഷത്തെ ദൈവിക ചിന്തയ്ക്കായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു വാക്യം 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം അത്രേ. थोड़ी समय की मनन के लिए मेरे हृदय पर आए हुए वचन पहला पत्रोस का पत्री अध्याय 5 उसका 7वां वचन है. ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. उसका वचन 7वां वचन में लिखा है, अपनी सारी चिंता उसी पर डाल दो क्योंकि उसको तुम्हारा ध्यान है. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. धन्यवाद कीजिए. എത്ര പേർക്ക് പറയുവാൻ കഴിയും, യേശു എനിക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് ഞാൻ കൊണ്ടു നടക്കുന്ന സകല ആകുല ചിന്തകളും എൻ്റെ യേശുവിന്റെ ആമേൻ ചുമലിലേക്ക് ഞാൻ ഈ സന്ധ്യായാമത്തിൽ ഇടുകയാണ്. कितने लोग ये बोल सकता है, वो परमेश्वर मेरा ध्यान करता है, इसलिए मेरी सारा चिंताओं को मैंने उस पर डाल दूंगा इस शाम का समय में. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, मुझे सुनने वाला प्रियजनों, ഒരു മനുഷ്യന്റെ ഹൃദയത്തില് एक व्यक्ति का हृदय में ഒരു ദിവസം एक दिन में ആയിരക്കണക്കിന് ചിന്തകളാണ് മാറി മറിഞ്ഞു പോകുന്നത്. हजारों चिंताओं आते रहता है. ഇതിൽ പല ചിന്തകളും इसमें से ज्यादातर चिंताओं को നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കാം. हमको दर्द देने वाला चिंताओं होगा. ചില ചിന്തകൾ कुछ चिंताओं നമ്മളെ हमको खुश സന്തോഷിപ്പിക്കുന്നതായിരിക്കാം. करने वाला होगा. എന്നാൽ लेकिन ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുമ്പോൾ हम परमेश्वर के वचन में आने का समय നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. एक बात हमको समझ आता है, യേശുവിന്റെ കൂടെ यीशु मसीह के साथ 3.5 വർഷക്കാലം 3.5 साल तक അവന്റെ കൂടെ നടന്ന പത്രോസാണ് വിളിച്ചു പറയുന്നത്, उनके साथ घूमने वाला और घुमा था वो पतरस बताता है, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ उसको तुम्हारा ध्यान है, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടു. अपनी सारी चिंता उसी पर डाल दो. നമുക്കൊന്ന് നോക്കാം, हम देख सकता है എന്തുകൊണ്ടാണ് क्यों പത്രോസ് ഇങ്ങനെ പറയാനുള്ള കാരണം. पतरस ऐसा बोला होगा. എന്നെ ശ്രദ്ധിക്കണമേ. आप लोग मुझे ध्यान देना है. ഒരിക്കല് एक दिन യോഹന്നാൻ സ്നാപകൻ യോഹന്നാ बपतिस्मा देने वाला തന്റെ മുൻപിലൂടെ കടന്നു പോകുന്ന യേശുവിനെ നോക്കി उनके सामने से जाने वाला यीशु मसीह को देखकर ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ऐसा पुकार कर बताया, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ये देखो जगत का पाप को अपने सिर पर लेने वाला वो मेमना, परमेश्वर का मेमना. പിറ്റേന്നാളും और वो दिन के बाद തന്റെ മുൻപിലൂടെ യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ उनके सामने से यीशु मसीह जाते हुए देखकर യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, यूहन्ना बपतिस्मा देने वाला पुकार कर बताया, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ये देखिए परमेश्वर का मेमना है. അന്ന് യോഹന്നാനോട് കൂടെ ഇരുന്ന उस दिन यूहन्ना के साथ जो था, തന്റെ 2 ശിഷ്യന്മാരിൽ जो अलग जो चेला लोग उनके साथ था, ഒരുവനായിരുന്നു അന്ത്രയോസ്. उनके साथ एक व्यक्ति था अन्द्रियोस. അന്ത്രയോസ് യേശുവിനെ പറ്റി യോഹന്നാനിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ अन्द्रियोस यीशु मसीह के बारे में यूहन्ना से सुनने के बाद തന്റെ ഭവനത്തിലേക്ക് ചെന്ന് उनके घर पे जाकर തന്റെ സഹോദരനായ പത്രോസിനോട് പറയുകയാണ്, उनका भाई पतरस से बता रहा है, हम लोग മശിഹായെ എന്ന് വെച്ചാൽ मसीहा ऐसा बताया तो ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. मसीह या यीशु मसीह को हम देखा है. മശിഹായെ എന്ന് വെച്ചാൽ मसीहा इसका मतलब ക്രിസ്തുവെ हम കണ്ടെത്തിയിരിക്കുന്നു. यीशु मसीह को देखा है. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, मुझे सुनने वाला भाई लोगों, ഞാനും നിങ്ങളും मैं और आप പലപ്പോഴും യേശുവിനെ
कभी कभी यीशु मसीह को എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്? दूसरे लोगों को कैसा परिचय किया है? യേശു അപ്പം കൊടുക്കുന്നവനായിട്ടാണോ? यीशु मसीह रोटी देने वाला है യേശു രോഗികളെ या സൗഖ്യമാക്കുന്നവനായിട്ടാണോ? रोगों को चंगाई देने वाला യേശു മരിച്ചവരെ या मुर्दों ഉയർപ്പിക്കുന്നവനായിട്ടാണോ? को उठाने वाला? ഞാനും നിങ്ങളും എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്? किस रूप में, किस तरीका में यीशु मसीह के बारे में दूसरों से हम बताया है? എന്നാൽ യോഹന്നാൻ സ്നാപകനിൽ നിന്നും लेकिन യോഹन्ना बपतिस्मा देने वाला से അന്ത്രയോസിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ ദൈവത്തിന്റെ വചനം अंद्रियोस का अंदर हृदय में आए हुए परमेश्वर की वचन സഹോദരനോട് പറയുകയാണ്, उनका भाई से बता रहा है ഞങ്ങൾ हम लोग മശിഹായെ എന്ന് വെച്ചാൽ मसीहा, इसका मतलब ക്രിസ്തുവെ കണ്ടെത്തി. यीशु मसीहा को हम देखा है। ഹല്ലേലൂയ. हालेलुया। എന്നെ ശ്രദ്ധിക്കണമേ. आप लोग इधर ध्यान देना है। യേശു ഈ പത്രോസിനെ കണ്ടിട്ട് यीशु പറയുകയാണ്, मसीह इस पतरस को देखकर बताया, യോഹന്നാന്റെ മകനായ ശീമോനെ, യോഹन्ना का पुत्र शिमोन, നീ ഇനി മുതൽ तू आज से लेकर കേഫ എന്നറിയപ്പെടും. केफा करके नाम पे माना जाता है। അത് പത്രോസ് എന്നാകുന്നു. उसका मतलब पतरस है, അതെ പെട്ര, उसका मतलब पीटर നീ है, പാറയാകുന്നു. तू एक पत्थर है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് പത്രോസിന്റെ ഉള്ളിൽ വീണ ആ വചനം उस दिन पतरस का अंदर गिरा था वो जो वचन 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നപ്പോഴും 3.5 साल यीशु मसीह के साथ चलने के അവന്റെ बाद ഉള്ളിൽ നിന്ന് उनका अंदर से തന്റെ കൂടെ നടക്കുന്ന उनके साथ चलने वाला മിശിഹ ക്രിസ്തു ആണ്, അഭിഷക്തനാണെന്നുള്ള ആ ഒരു ഉറച്ച വചനം അവന്റെ ഉള്ളിൽ വീഴുവാൻ वो मसीहा है, वो अभिषिक्त है, वो नियुक्त मसीहा है करके वचन को उन्होंने गहराई से समझ लिया था। ഒരിക്കല് एक समय യേശു കൈസരിയുടെ പ്രദേശത്തായിരിക്കുമ്പോൾ यीशु मसीह कैसरिया का प्रदेश में से जाने के समय അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, उन्होंने उनके 6 लोगों से इसे सवाल पूछा, ജനങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? प्रजाओं मेरे बारे में क्या बता रहा है? ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, 6 लोगों से बहुत लोग बताया, ചിലർ നിന്നെ ഏലിയാവെന്ന് പറയുന്നു, कुछ लोग तेरे बारे में एलिया करके बताता ചിലർ है, നിന്നെ മോശ എന്ന് कुछ പറയുന്നു, लोग मूसा करके बताता है, എന്നാൽ लेकिन നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു तुम എന്ന് लोग मेरे बारे ചോദിച്ചപ്പോ में क्या कहना चाहता है? പത്രോസ് ചാടി പറഞ്ഞു, पतरस तुरंत वहां आकर बताया, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. खुदा परमेश्वर का पुत्र यीशु है। സ്വന്തം സഹോദരനിട്ട വിത്ത് तो खुद का भाई जो बीज डाला था उनमें, അവന്റെ ഹൃദയത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. उनका हृदय में बढ़ते ही आ रहा था। മത്തായിയുടെ സുവിശേഷം 25 सुसमाचार 17 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ चैप्टर 17 में आने के समय यीशु मसीह ने തന്റെ ശിഷ്യന്മാരായ उनका 6 लोगों से യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെയും കൂട്ടി याकूब, यूहन्ना, पतरस इन लोगों को लेकर ഉയർന്ന ഒരു മലയിലേക്ക് പോയി. ऊंचाई एक पहाड़ पर, पर्वत पर लेके चला। അവരുടെ മുൻപിൽ उन लोगों के सामने രൂപാന്തരപ്പെട്ടു. रूपांतर होकर അവന്റെ മുഖം उनका चेहरा സൂര്യനെ പോലെ ശോഭിച്ചു. सूर्य के समान तेजोमय हुआ था। അവന്റെ വസ്ത്രം उनका कपड़ा വെളിച്ചം പോലെ വെള്ളയായി. बहुत बड़ा तेज जैसा हो गया था। യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ മുഖം കണ്ടപ്പോൾ यीशु मसीह का वो तेजोमय चेहरा देखकर പത്രോസ് പറയുകയാണ്, पतरस बता रहा है, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. हम इधर बैठना अच्छा है। ഞങ്ങൾ നിങ്ങൾക്ക് 3 കുടിലുണ്ടാക്കാം. मैं तुम लोगों के लिए 3 अलग टापू बना के दूंगा। ഒന്ന് നിനക്കും, एक तेरे लिए, ഒന്ന് മോശയ്ക്കും, दूसरा मूसा के लिए, ഒന്ന് ഏലിയാവിനും. उसके बाद एलिया के लिए। പത്രോസിന് മനസ്സിലായി, पतरस को एक बात समझ आ गया, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് मैं जो स्तर पर हूँ, ആ ഒരു ഉയർന്ന മലയിലേക്ക്, वो ऊंचा पहाड़ पर, ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലത്തേക്ക്, और परमेश्वर का उपस्थिति महसूस करने वाला जगह था। ഞാൻ ഈ താഴ്വരയിൽ അനുഭവിച്ച ഒരു സമാധാനമല്ല, मैं इस गहराई में पाए हुए एक खुशी का ദൈവ बात नहीं। സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ परमेश्वर की उपस्थिति में मैं और आप आने के ഞാനും समय, നിങ്ങളും അനുഭവിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. मैं और आप अनुभव करने वाला एक उपस्थिति അത് है। എത്ര പേർക്ക് ഈ രാത്രിയിൽ തിരിച്ചറിയുവാൻ कितने കഴിയും? लोग इस रात के समय में समझ सकता है पता नहीं। ഹല്ലേലൂയ. हालेलुया। ലോകത്തിന് വേണ്ടി ആമേൻ ഓടുന്നവരാണ് നമ്മളിൽ हम പലരും. जगत के पीछे, जगत के लिए भागने वाला लोग എന്നാൽ हैं। അല്പസമയം लेकिन थोड़ी समय യേശുവിനോട് ചേർന്ന് यीशु मसीह के साथ आकर
അവന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ उनका उपस्थिति को महसूस करना है। നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു സമാധാനം हमारा हृदय में हम अनुभव करने वाला वो शांति ലോകം തരുന്ന इस സമാധാനമല്ല. जगत देने वाला शांति बिल्कुल नहीं है। ഹല്ലേലൂയ. हालेलुया। തന്റെ സ്വന്തം പുത്രനായ യേശുവിന്റെ തേജസ്സുള്ള മുഖം उनका खुद का पुत्र यीशु मसीह का तेजोमय चेहरा അവൻ തന്റെ ശിഷ്യനായ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. वो उनका परमेश्वर ने उनका चेला पतरस को खोलकर बताया था। എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം, लेकिन मुझे सुनने वाला परमेश्वर का लोगों, പുറപ്പാട് പുസ്തകം 33 അധ്യായം निर्गमन अध्याय 33 में 17 വാക്യം തുടങ്ങി 17 वर्ष 17 से लेकर ഇങ്ങനെ വായിക്കുന്നുണ്ട്. ऐसा पढ़ सकता है। ഒരിക്കൽ മോശയോട് एक दिन मूसा से യഹോവയാം ദൈവം പറയുകയാണ്, यहोवा परमेश्वर ने बताया, എനിക്ക് നിന്നോട് मैं तुझसे കൃപ തോന്നിയിരിക്കുന്നു. कृपा दिखाने वाला ഞാൻ हूँ। നിന്നെ मैं तुझको നന്നായി അടുത്തറിഞ്ഞിരിക്കുന്നു. मैं तुझको बहुत पास गहराई से समझ लिया हूँ। തന്നെ യഹോവയാം ദൈവം നന്നായി അറിഞ്ഞിരിക്കുന്നെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തോട് പറയുന്ന ഒരു വാക്യമുണ്ട്. मूसा ने परमेश्वर से ऐसा एक बात बताया, ये बात समझकर परमेश्वर मुझे बहुत गहराई से समझ लिया है। എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. मुझको आपका तेज को देखना है। എന്നെ നീ നന്നായി മനസ്സിലാക്കി എന്ന് मेरे बारे में आप अच्छा से समझ लिया करके മോശ ദൈവത്തോട് പറയുകയാണ്. मूसा परमेश्वर से बता रहा है, യഹോവയാം ദൈവമേ, यहोवा प्रभु परमेश्वर, ഞാൻ നിന്റെ ശബ്ദം मैं आपका वाणी को പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. अलग अलग समय सुना हूँ। നീ എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. बहुत बार आप मुझसे बातें किया നീ है। എന്നെ നന്നായി അടുത്തറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ आप मुझको बहुत गहराई से समझ लिया करके बोला है। സ്നേഹിതനായി എന്നോട് കൂടെ നിൽക്കുമ്പോൾ आप मेरा दोस्त के समय मेरा साथ खड़ा होने का समय എനിക്ക് ഒരൊറ്റ ഒരു ആഗ്രഹമുണ്ട്. मेरा एक ही इच्छा है, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. मैं आपका तेज को देखना चाहता हूँ। നിങ്ങൾക്ക് കേൾക്കണമോ? आप लोग सुनना चाहते हैं क्या? അന്ന് യഹോവയാം ദൈവം മോശയോട് उस പറയുകയാണ്, दिन यहोवा परमेश्वर मूसा से बताया, മോശേ, मूसा, ഒരു മനുഷ്യനും एक मनुष्य को भी എന്റെ മുഖം കണ്ടാൽ मेरा चेहरा देखकर ജീവനോടെ ഇരിക്കയില്ല. जिंदा होना मुश्किल है। എന്നാൽ लेकिन തന്നോട് യാചിച്ച തന്റെ തേജസ് കാണണമെന്ന് പറഞ്ഞ മോശയോട് യഹോവയാം ദൈവം പറയുകയാണ്, നീ ചോദിച്ച കാര്യം അത് അസാധ്യമാണ്. എങ്കിലും തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ നിരസിക്കാത്ത ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് കയറ്റി നിർത്തും. मूसा जो परमेश्वर से मांगा था, मैं आपको तेज को देखना चाहता हूँ, बहुत मुश्किल से, लेकिन मूसा को परमेश्वर ने उत्तर दिया, ऐसा उत्तर दिया, मैं तुझको एक ऊंचा स्तर पर लेके चलाऊंगा। നിന്നെ അവിടെ നിർത്തിയ ശേഷം मैं तुझको वहां खड़ा करने के बाद ഞാൻ ഒരു പാറയുടെ പിളർപ്പിൽ നിന്നെ മറയ്ക്കും. मैंने तुझको एक पत्थर की साइड भाग पर मैं तुझको छाया दूंगा। നിന്നെ അവിടെ നിർത്തി പാറയുടെ പിളർപ്പിൽ മറയ്ക്കുമ്പോൾ എന്റെ കരം കൊണ്ട് ഞാൻ നിന്റെ മുഖം മൂടും. मैंने तुझको पत्थर की नहीं तकियों के पास खड़ा कर मैं तुझको मेरा हाथ से भरूंगा। എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, मुझे सुनने वाला प्रिय जनों, മോശയുടെ മുഖം യഹോവയാം ദൈവം തന്റെ കൈ കൊണ്ട് മറച്ചിട്ട്, ഇതാ യഹോവയാം ദൈവം മോശയുടെ മുൻപിലൂടെ കടന്നു പോകുകയാണ്. मूसा का चेहरा उनका हाथों से ऐसा बंद करके रखते हुए उनके सामने से यहोवा परमेश्वर जा रहा है। തന്റെ സാന്നിധ്യം മോശയുടെ മുഖത്തിന്റെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ मूसा का चेहरा से परमेश्वर का तेज दूर होने के बाद അവൻ തന്റെ കരം മോശയുടെ മുഖത്ത് നിന്ന് മാറ്റിയപ്പോ മോശ കണ്ടത് യഹോവയാം ദൈവത്തിന്റെ പുറംഭാഗം മാത്രമാണ്. मूसा ने परमेश्वर
परमेश्वर का वो पीछे से रूप से मूसा ने देखा करके वचन से लिखा है। എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, मुझे सुनने वाला प्रियजनों, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും नया नियम में जीने वाला मैं, मुझको और ഒരു आपको പത്രോസിനെ പോലെ एक पतरस के समान എന്റെ യേശുവിന്റെ തേജസ്സുള്ള മുഖം കാണുവാൻ मेरा यीशु मसीह का तेजोमय चेहरा देखने के लिए ഭാഗ്യം ലഭിച്ചവരാണെന്നുള്ള കാര്യം एक मौका മറക്കരുത്. दिया है, एक मिला है करके അവൻ बोलना ഇന്ന് नहीं। അവന്റെ മുഖം എനിക്ക് നിങ്ങൾക്കും വേണ്ടി മറച്ചിട്ടില്ല. वो मेरे और मेरे लिए आपके लिए उनका चेहरा उन्होंने बंद नहीं रखा है। ഹല്ലേലൂയ. हालेलुया। എന്റെ മുൻപിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, मेरे सामने बैठने वाला प्रिय लोगों, പത്രോസ് ഈ തേജസ് കണ്ട പത്രോസ്, पतरस इस तेजोमय बात को देखने के बाद, ആമേൻ, ഹല്ലേലൂയ, ഈ പത്രോസ് ആണ് इसी पतरस ने ഒരിക്കൽ एक समय യേശു കടലിൽ നിന്നുകൊണ്ട് പത്രോസിനെ വിളിക്കുകയാണ്, വരിക എന്ന് പറഞ്ഞപ്പോൾ यीशु मसीह समुद्र पर खड़े होकर पतरस को बुलाया, तू आ जाकर। പത്രോസ് മുൻപും പിൻപും നോക്കാതെ യേശുവിന്റെ വാക്കിനു വേണ്ടി കടലിലേക്ക് ചാടി നടക്കാൻ തയ്യാറായി. पतरस ने आगे पीछे या कुछ नहीं देखा है, वो समुद्र पर कूदकर आगे चलना शुरू किया। ഇതേ പത്രോസ് കണ്ടതാണ് इसी पतरस ने देखा है തന്റെ ഭവനത്തിനകത്ത് उनका भवन में ही തന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചു उनका കിടക്കുമ്പോ ससुर जब ज्वर से पीड़ित യേശു കടന്നു വന്ന് यीशु मसीह वहां അവളെ आकर തൊട്ട് उन्हें സൗഖ്യമാക്കിയത് छूकर चंगाई दिया। ഇതേ പത്രോസ് കണ്ടതാണ് इसी पतरस ने देखा കഫർനഹൂമിൽ വെച്ച് कफरनहूम में ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ एक സൗഖ്യമാക്കിയത്. सूखी पड़ी हाथ का इंसान को चंगाई देते हुए പത്രോസ് വീണ്ടും കാണുകയാണ് पतरस फिर से देखा है യേശുവിൻ ശിഷ്യന്മാരുമായി ഇരുന്ന ഒരു ഭവനത്തിനകത്ത് यीशु मसीह और चेले लोग बैठने के एक भवन ഒരു में രോഗിയെ ഇറക്കി വെക്കുവാൻ കഴിയാതെ एक बीमारी को रखने के लिए मुश्किल हुआ था। വീടിന്റെ മേൽപ്പുര പൊളിച്ച് भवन का छत को ആ तोड़कर പക്ഷപാതക്കാരനെ वो पक्षपात व्यक्ति को 4 പേർ ചുമന്ന് യേശുവിന്റെ മുൻപിൽ ഇറക്കിയത്. 4 लोग मिलकर यीशु मसीह का सामने रखा था। യേശുവിന്റെ കൂടെ നടന്ന यीशु പത്രോസ് मसीह का साथ घूमने वाला അനേക पतरस, അത്ഭുതങ്ങളും അടയാളങ്ങളും अलग अलग കാണുവാൻ चमत्कार और चिन्ह देखने वाला पतरस। ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, प्रियजनों जो मुझे सुन रहा है, യേശു ആമേൻ ഒരിക്കൽ ഗെനസരേത്തിന്റെ തടാകത്തിന്റെ കരയിലായിരുന്നപ്പോൾ यीशु मसीह एक समय गेनेसरेत नदी का किनारे में था। ഒരു രാത്രിയുടെ അധ്വാനം മുഴുവനും കഴിഞ്ഞിട്ട് पूरा रात का मेहनत होने के बाद തന്റെ വലയിൽ ഒന്നും ഒരു മീൻ പോലും പെടാതെ मेरे जाल पर कुछ भी नहीं है करके വല सोचा। കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനോട് പറയുകയാണ്, നീ വീണ്ടും ആഴത്തിലേക്ക് നീക്കി और വലയിറങ്ങി. जाली साफ करने वाला पतरस से परमेश्वर ने यीशु मसीह ने बोला और गहराई में तेरा जाली को डालना है। പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്ത യേശുവിനെ പത്രോസിന് അറിയാം. पतरस का नाव को भर के देने वाला यीशु के बारे में पतरस ഈ जानता है। പത്രോസിന്റെ കയ്യിലാണ് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പേർക്ക് കൊടുക്കുവാനായി യേശു പറഞ്ഞത്. इसी पतरस का हाथ में ही 5 रोटी और 2 मछली लेकर शुद्धि करते हुए और बढ़ाते हुए हाथ में दिया था। പ്രിയപ്പെട്ടവരെ, प्रियजनों, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട പത്രോസ് अद्भुत और चिन्ह को देखने वाला पतरस ने വെറും ഒരു ബാല്യക്കാരി പെൺകുട്ടിയുടെ മുൻപിൽ एक स्त्री के सामने, ഇവനെ അറിയുന്നില്ലെന്ന് एक दासी स्त्री के सामने मैं इसको नहीं जानता हूँ തള്ളി करके പറഞ്ഞ പത്രോസ്. तिरस्कार किए हुए पतरस, ഹല്ലേലൂയ. എന്നാൽ അതിദുഃഖത്തോടെ കരഞ്ഞപ്പോ लेकिन बहुत दुख होकर उन्होंने रोया था। പത്രോസിനോട് ക്ഷമിച്ച ഒരു पतरस യേശു. को क्षमा किया वो यीशु मसीह। നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം. आप सब लोग जानते हैं द गॉस्पेल अकॉर्डिंग टू जॉन चैप्टर 21, അവിടെ ഇതാ वहाँ ऐसा लिखा है, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോ പത്രോസിന് മനസ്സിലായി, ആമേൻ, ഞാൻ കൂടെ നടന്ന എൻ്റെ അരുമനാഥനായ യേശു എന്നോട് കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ പത്രോസ് തൻ്റെ കൂടെയുള്ളവരോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോരുന്നു. उस अध्याय और उस बात का सारांश ये है, हमारा साथ घूमने वाला और यीशु मसीह का मृत्यु हुआ वो हमारे पास नहीं है करके जब चेले लोगों को समझ आया, उनमें से पतरस ने बताया, मैं तो मछली पकड़ने के लिए जा रहा हूँ। ഹല്ലേലൂയ. हालेलुया। ഒരല്പ നിമിഷം थोड़ी समय के लिए യേശുവിനെ കാണാതായപ്പോൾ यीशु को ना देखने के बावजूद പത്രോസ് പറയുകയാണ്, पतरस ने बता रहा है, ഞാൻ മീൻ പിടിക്കാൻ मैं പോയി. मछली पकड़ने के लिए जा रहा हूँ। ഇത് കേട്ട പാതി ഇത്
ये बात सुनते हुए കൂടെയുള്ളവരും പറയുകയാണ്, उनके साथीदार भी इसे बताया, ഞങ്ങളും പോരുന്നു. हम भी आएंगे तेरे साथ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, मुझे सुनने वाला प्रिय बच्चे लोगों, ഒരല്പനിമിഷം थोड़ी समय के നീ लिए പ്രാർത്ഥിച്ച ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടിയില്ല तेरा എന്ന് പറഞ്ഞു. प्रार्थना का कोई विषय के लिए उत्तर नहीं मिला होगा. ഇനി ഈ പ്രാർത്ഥന നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ अभी इस प्रार्थना नहीं होगा करके सोचा होगा. നീ പറയരുത്, ऐसा नहीं बताना. ഞാൻ എടുത്ത ഈ ബൈബിള് മടക്കിയിട്ട് जो बाइबल मैंने पकड़ा इसको तिरस्कार करता हूँ, ഞാൻ മടങ്ങി പോവുകയാണ്. मैं लौट के जाता हूँ करके नहीं बोलना है. ഹല്ലേലൂയ. हालेलुया. നിന്റെ ഒരു വാക്കുമൂലം, तेरा एक शब्दों की वजह से, നിന്റെ ഒരു പ്രവൃത്തി മൂലം तेरा एक काम की वजह से, അവസാനത്തുള്ളിൽ രക്തം വരെയും തന്ന अंतता को जिन्होंने लहू हमारे लिए എന്റെ दिया, യേശുവിനെ മറ്റൊരാൾ തള്ളി പറയുവാൻ और यीशु मसीह को और कोई भी तिरस्कार करने से, നിന്റെ ഒരു വാക്കുമൂലം ഇടയാകരുത്. करने के लिए हमारा एक काम या शब्द भी काम नहीं आना है. സ്കൂളിലെ നിന്റെ പഠനം മൂലം, स्कूल में हमारा शिक्षा की वजह से, അവിടെയുള്ള നിന്റെ പ്രവൃത്തി മൂലം हमारा काम की वजह से, ഒരൊറ്റ കൂട്ടുകാരും പറയരുത്, कोई भी दोस्त नहीं बताना है ഈ യേശുവിനൊന്നും ചെയ്യാൻ इस കഴിയത്തില്ല. यीशु से कुछ करना नहीं हो सकता है करके. ഹല്ലേലൂയ. हालेलुया. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം मैं അധ്യായം. सबसे ज्यादा प्यार रखता हूँ एक वचन है यूहन्ना अध्याय 21 में. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയാൽ तुम लोग उस तरफ देखना है, നിങ്ങൾക്ക് കാണുവാൻ കഴിയും, तुम लोग देख सकता है ഒരു രാത്രിയിലെ അധ്വാനത്തിനായി उस अध्याय में आप लोग देख सकता है पूरा रात का मेहनत വള്ളവും വലയുമായി പത്രോസും കൂട്ടരും പോകുമ്പോൾ नाव और जाली लेकर पतरस और साथीदार जा रहा था. അവന്റെ വലയിൽ उनका जाली पर ഒരു മീൻ പോലും പെട്ടില്ല. उनका जाली पर एक मछली भी नहीं आया था. പക്ഷേ लेकिन നിങ്ങൾക്ക് അവിടെ ഒരു കാഴ്ച കാണുവാൻ हम കഴിയും. लोग वहाँ एक बात देख सकता है, ആ രാത്രിയിലെ उसी रात पर മഞ്ഞും തണുത്ത കടൽക്കാറ്റും മുഴുവൻ ഏറ്റുകൊണ്ട് उसी रात का ठंड और बर्फ की ओई समुद्र पर യേശു പത്രോസിനെയും നോക്കിക്കൊണ്ട് यीशु मसीह पतरस को देखकर इंतजार करते हुए ആ കടലിന്റെ കരയിൽ वो നിൽപ്പുണ്ടായിരുന്നു. समुद्र का किनारे पे बैठा था. ഈ സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് और ഓർത്തേ. प्रेम कितना बड़ा है हम सोचना है. തന്നെ തള്ളി പറഞ്ഞ പത്രോസ് उनको तिरस्कार किया था वही पतरस को. അല്പസമയം കൂടെ ഇല്ലെന്ന് കണ്ടപ്പോ ഞാൻ എന്റെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിന് പോകുന്നെന്ന് പറഞ്ഞ പത്രോസ് थोड़ी समय यीशु को नहीं देखने के बावजूद मैं मछली पकड़ने के लिए जा रहा हूं करके बोला वो पतरस को. പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിന് വേണ്ടി, पीछे मुड़ा था वो पतरस के लिए, അവന് വേണ്ടി കരുതി വെച്ച ഒരു ദൈവമുണ്ട്. उनके लिए संभाल के रखा था वो प्रभु എത്ര परमेश्वर. പേർക്ക് പറയുവാൻ കഴിയും എന്റെ യേശു കരുതുന്നവനാണ്? कितना बोल सकता है मेरा प्रभु मेरे लिए संभालता है. ഹല്ലേലൂയ. हालेलुया. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, मुझे सुनने वाला प्रियजनों, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുകയാണോ? ऐसा मैं बच्चा को पढ़ाऊं करके माता लोग व्याकुल हुआ होगा. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, मुझे सुनने वाला बच्चे लोग, എങ്ങനെ എന്റെ ഈ കോഴ്സ് പൂർത്തീകരിക്കുമെന്ന് ഓർത്ത് നീ मैं ഭാരപ്പെടുകയാണോ? कैसा इस कोर्स को पूर्ति करूंगा करके आप चिंता में होगा. നമുക്കറിയാം ഈ പത്രോസിന് വേണ്ടി हमको पता है इस पतरस के തന്റെ लिए മുൻപിൽ തന്നെ തടഞ്ഞു നിർത്തിയ ടാക്സ് കളക്ടേഴ്സിനോട് उनको रोकने वाला चुंगी लेने वाला लोगों के सामने भी നീയും നിന്റെ ഗുരുവും ത്രിദിനമപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയപ്പോ ये और तेरा घराना चुंगी नहीं देता करके उसको रोक के रखा ഈ था. പത്രോസിനോടാണ് യേശു പറഞ്ഞത്, इसी पतरस को यीशु मसीह ने बताया, നീ നിന്റെ കയ്യിലിരിക്കുന്ന ചൂണ്ടലുമായി तू तेरा हाथों में जो जाली है കടലിലേക്ക് പോകുക. और तू समुद्र में जाना है. നീ ചൂണ്ടയിടുമ്പോ तू वहां जाने के बाद അവിടെ വെക്കാമേ നിന്റെ ചൂണ്ടയിൽ കൊത്തുന്ന ആദ്യത്തെ മീനിന്റെ വായ്ക്കകത്ത് जो पहला मछली तुझको मिलेगा उसका मुंह पर, വായ് തുറക്കുമ്പോ उसका मुंह खोलने के बाद നിനക്ക് വേണ്ടിയുള്ള കരുതൽ നീ കാണും. तेरे लिए जो मैं संभाल के रखा हूं तेरे से ത്രിദിനമപ്പണം ചോദിച്ച പത്രോസിന് വേണ്ടി वो जो पतरस ने उनको पूछा था, ചതുദ്രമപ്പണം കരുതിയ ഒരു യേശുവാണ് पतरस के लिए परमेश्वर यीशु ने संभाल के रखा था. ഞാനും നിങ്ങളും സേവിക്കുന്നതൊന്നും മറന്നു പോകരുത്. यीशु को हम और मैं और आप सेवा कर रहा അവൻ है. അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, और सिर्फ अब्राहम के लिए नहीं, ആമേൻ ഹല്ലേലൂയ, ഒരു പത്രോസിന് വേണ്ടി മാത്രമല്ല, सिर्फ पतरस के लिए नहीं, എനിക്കും നിങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന मेरे लिए ദൈവമുണ്ട്. आपके लिए संभालने वाला प्रभु परमेश्वर എത്ര है. പേർക്ക് വിശ്വസിപ്പാൻ कितने കഴിയും? लोग विश्वास कर सकता എന്റെ है? ജീവിതത്തിന്റെ വഴിയാത്രയിൽ मेरा जिंदगी का सफर में ഞാൻ പിന്തുടർന്ന പാതയിൽ जो सफर मैंने चुना हूँ, മുള്ളും
പറക്കാരെയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും वहाँ खतरा होगा, सब कुछ होगा, लेकिन ഞാൻ പോകുന്നത് ഒരു സ്മൂത്തായ പാതയിലൂടെ അല്ലെന്ന് ആരെങ്കിലും തോന്നുന്നെങ്കിൽ मैंने एक सरल रास्ता से नहीं चल रहा हूँ करके मैं എനിക്ക് सोचा होगा। നിങ്ങളോട് मैं പറയുവാനുണ്ട്, आपके लिए बताना चाहता हूँ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു യേശുവുണ്ട്. आपके लिए संभालने वाला एक परमेश्वर है। ഹല്ലേലൂയ. हालेलुया। ഒരു പക്ഷേ അപ്പനും അമ്മയും കരുതിയില്ലെങ്കിൽ, लेकिन माता पिता संभाला नहीं होगा, നിന്നെ നിന്റെ പിതാവ് മറന്നു പോയേക്കാം, आपको आपका पिता भूल गया होगा, നിന്നെ നിന്റെ അമ്മ ഉപേക്ഷിച്ചു आपको പോയേക്കാം, माता ने छोड़ दिया होगा, നിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് തള്ളിക്കളഞ്ഞേക്കാം, स्कूल में से आप लोगों को टीचर लोग तिरस्कार किया നീ होगा, ആയിരിക്കുന്ന ഓഫീസിൽ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. आपका ऑफिस में आप लोगों को अकेला किया होगा। പക്ഷേ ഒരു കാര്യം നീയും ഞാനും മറക്കരുത്, एक बात तू और मैं नहीं भूलने का है, ആരെല്ലാം മറന്നാലും, कोई भी भूला होगा, ആമേൻ, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും, एक माता उनका बच्चा को भूल गया तो താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ जिसको തോന്നാതിരുന്നാലും, जन्म दिया वो बच्चा से करुणा नहीं ഞാൻ दिखाया, ഒരു നാളും നിന്നെ മറക്കയില്ലെന്ന് അരുളിയ मैं കർത്താവ്. तुझको कभी भी ना भूलूंगा करके बोला है वो परमेश्वर। ഹല്ലേലൂയ. ഇന്നും അവൻ കരുതുന്നതാ वो കുഞ്ഞിനെ. आज भी संभालने वाला परमेश्वर, നിനക്ക് വേണ്ടി, वो आज तेरे लिए, മാതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി माता आपकी परंपरा के लिए, എന്റെ യേശു കരുതുന്ന ദൈവമാണ്. मेरा यीशु संभालने वाला प्रभु എത്ര है। പേർക്ക് പറയുവാൻ कितने കഴിയും, लोग ये बात बोल सकता है, ഞാൻ ഈ യേശുവിനെ പിന്തുടർന്നത് മൂലം मैं इस यीशु का पीछे होने की वजह से, എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ യേശു കരുതും. मेरा पीढ़ियों के लिए मेरा प्रभु ने संभाल कर रखा है। മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിപ്പാൻ അവൻ നിന്റെ സന്തതിയെ लोगों അനുവദിക്കുന്നില്ല. के सामने सिर झुकाने के लिए वो गाना देगा हमारा परंपरा को। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ഈ പത്രോസാണ് പറയുന്നത്, इसी पतरस बता रहा है, അതിന്റെ 5-ന്റെ 6-ാം വാക്യത്തിൽ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. फर्स्ट पीटर चैप्टर 5 का 6 में लिखा है, इसलिए परमेश्वर की बलवंत हाथों के नीचे दीनता से रहो, जिसने वह तुम्हें उचित समय पर बढ़ाए। അതേ സഹോദരങ്ങളെ, അവൻ ഉയർത്തുന്നതിനൊരു തക്ക സമയമുണ്ട്. ये बात सही है प्रिय भाइयों, उन्होंने ऊंचा करने के लिए एक समय रखा है। അവര് പ്രാർത്ഥിച്ചു, അവർക്കതെല്ലാം നടന്നു. वो लोग प्रार्थना किया, उनको उत्तर दिया। ഇവര് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട് അല്പകാലമേ ആയുള്ളൂ, അവരെല്ലാം സാധിച്ചെടുത്തു. ये लोग प्रभु के पीछे जाने से जाकर कुछ दिन हुआ। ഞാനും എന്റെ പ്രിയപ്പെട്ടവരും വർഷങ്ങളായി ഈ വചനവുമായി നടന്നിട്ടും എനിക്കും വേണ്ടി ഒന്നും കരുതിയില്ലെന്ന് ഓർത്ത് ആരെങ്കിലും എന്റെ മുൻപിൽ ആയിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വീണ്ടും വചനത്തിലൂടെ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക തന്നെ വേണം. मैं वचन लेकर घूमते हुए वचन का विश्वास करते हुए बहुत दिन हो गया, लेकिन कुछ नहीं मिला करके सोचने वाले लोगों से इस वचन से संदेश है, उन्होंने हमको उचित समय पर बढ़ाएगा। എത്ര പേർക്ക് പറയുവാൻ कितने കഴിയും, लोग ये बात बोल सकता है, അവൻ എന്നെ ഉയർത്തുന്ന ഒരു वो ദൈവമാണ്. मुझे ऊंचा करने वाला परमेश्वर है। അവനൊരു സമയം വെച്ചിട്ടുണ്ട്. उन्होंने एक समय रखा है। ഹല്ലേലൂയ. हालेलुया। ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും जीवन का हर एक तौर पर പത്രോസ് യേശുവിന്റെ കൂടെ ആയിരുന്നു. पतरस यीशु के साथ था। ഈ യേശു എങ്ങനെയുള്ളവനെന്ന് നന്നായി മനസ്സിലാക്കിയ यीशु कैसा था करके अच्छा से समझने वाला। എന്റെ ജീവിതത്തിൽ मेरे जीवन में യേശു ഇത്രയൊക്കെ ചെയ്തെങ്കിൽ यीशु मसीह इतना तो बातें किया है, നിങ്ങളുടെ ജീവിതത്തിലും आप लोगों का जीवन में भी അവൻ ചെയ്യാൻ സർവശക്തനത്രേ. उन्होंने करने के लिए भी सर्वशक्तिमान है। അതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്, इसलिए पतरस बता रहा है, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ वो तेरे लिए संभालने वाला है। നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട്. तेरी सारा चिंताओं को उस पर रखिए, डाल दीजिए। ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ളവന് മാത്രമേ जीवन में अनुभव जिसको है वही ही അങ്ങനെ ഒരു ആമേൻ ഹല്ലേലൂയ സെന്റൻസ് പറയുവാൻ ऐसा एक सेंटेंस एक वाक्य बता सकता है। അവൻ വായിച്ചു പഠിച്ചതല്ല, वो सिर्फ पढ़कर सीखा അവൻ नहीं है, കേട്ടറിഞ്ഞതല്ല, वो सिर्फ सुनकर सीखा नहीं। യേശു സാക്ഷാൽ ദൈവപുത്രനെന്ന് यीशु मसीह सच में परमेश्वर का पुत्र है। അവൻ രുചിച്ചറിഞ്ഞവനായിരുന്നത് वो अनुभव या കൊണ്ടാണ് रुचि
करके देखा है। അവൻ പറഞ്ഞത്, उन्होंने बताता है അവൻ നിങ്ങൾക്കായി കരുതുന്ന ഒരു ദിവസമുണ്ട്. वो तुम्हारे लिए ध्यान करता है और एक समय रखा है। അതുകൊണ്ട് അതും ഇതും കേട്ട് ഭാരപ്പെടുവാനല്ല, इसलिए वो ये बातें सुनकर चिंता होने के नहीं, എങ്ങനെ നാളുകൾ ചിലവഴിക്കുമെന്ന് ഓർത്ത് मैं ഭാരപ്പെടുവാനല്ല, कैसा समय बिताऊंगा करके व्याकुल होने के लिए नहीं, നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതാൻ और तेरे लिए സർവശക്തനാണ്. ध्यान और संभाल कर रखता है। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं इस वचन पर? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. यही परमेश्वर है, मेरा और आपका परमेश्वर। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും സമയം അനുവദിച്ചു തന്ന इतना समय मुझे दिया। ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ ഭാരവാഹികളോടുള്ള എൻ്റെ സ്നേഹം